നമസ്കാരം. നമ്മളെല്ലാവരും ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി സർക്കാരിനും വിവിധ സ്ഥാപനങ്ങൾക്കും ഒക്കെയായിട്ട് അനേകം വ്യക്തിഗത വിവരങ്ങളൊക്കെ തന്നെ കൈമാറാറുണ്ട്. ജോലി ചെയ്യുന്ന സ്ഥലത്തെ പ്രൊവിഡന്റ് ഫണ്ട്, PF അക്കൗണ്ട് വിവരങ്ങൾ, ബാങ്ക് ഇടപാടുകൾക്കായിട്ട് നൽകുന്ന പാൻ കാർഡ് നമ്പർ, അതുപോലെ ആധാർ വിവരങ്ങൾ, ഇൻകം ടാക്സ് റിട്ടേൺസ് തുടങ്ങി നമ്മളെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ടതും രഹസ്യമായി സൂക്ഷിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സർക്കാരിൻ്റെ സംവിധാനങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. എന്നാൽ നിയമവിധേയമായി നമ്മൾ വിശ്വസിച്ചേൽപ്പിച്ച ഈ വിവരങ്ങളെല്ലാം ഇന്നെത്രത്തോളം സുരക്ഷിതമാണ് എന്ന വലിയൊരു ചോദ്യമാണ് നമുക്ക് മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത്. കാരണം നമ്മൾ പോലും അറിയാതെ നമ്മുടെ യാതൊരുവിധ അനുവാദമോ അനുമതിയോ ചോദിക്കാതെ തന്നെ ഒരു പാൻ നമ്പറോ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പറോ UAN മാത്രം ഉപയോഗിച്ച് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള സകല ജോലികളുടെയും ശമ്പളത്തിൻ്റെയും മറ്റ് സ്വകാര്യ വിവരങ്ങളുടെയും ഒക്കെ തന്നെ സമഗ്രമായ വിവരങ്ങൾ ഏതെങ്കിലും ഒരു സ്വകാര്യ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ കമ്പനിക്ക് വളരെ നിസ്സാരമായിട്ട് ചോർത്തിയെടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ പിന്നെ എവിടെയാണ് ഈ രാജ്യത്ത് സാധാരണക്കാരായ മനുഷ്യരുടെ സ്വകാര്യത നിലനിൽക്കുന്നത്? ഇത്തരം ഒരു ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇന്ന് രാജ്യത്തെ വലിയ തരത്തിലുള്ള ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നത്. ഇത്തരം ഗുരുതരമായ അവസ്ഥകളെക്കുറിച്ച് വിരൽ ചൂണ്ടിക്കൊണ്ട് സമർപ്പിക്കപ്പെട്ട ഒരു പൊതു താൽപ്പര്യ ഹർജി പരിഗണിക്കുമ്പോഴാണ് രാജ്യത്തെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയും ഈ വിഷയത്തിൽ അതീവ ഗൗരവത്തോടെയുള്ള പ്രതികരണം നടത്തിയത്. സുപ്രീം കോടതിയുടെ തലപ്പത്തിരിക്കുന്ന പ്രമുഖ ന്യായാധിപന്മാർ അടങ്ങിയ ബെഞ്ചാണ് ഈ വിഷയം വളരെ വിശദമായിട്ട് പരിശോധിച്ചിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ്മൽ ബാങ്ഷി, അതോടൊപ്പം തന്നെ ജസ്റ്റിസ് V മോഹന എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണനയ്ക്കെടുത്തത്. പീയൂഷ് ശർമ്മ എന്ന വ്യക്തി സമർപ്പിച്ച ഹർജിയിലെ വിവരങ്ങൾ കേട്ട കോടതിയാകട്ടെ കേന്ദ്ര സർക്കാരിനോട് ചോദിച്ച കടുത്ത ചോദ്യങ്ങൾ കേന്ദ്ര ഭരണകൂടത്തിന് വലിയ അതൃപ്തിയും അതോടൊപ്പം തന്നെ വലിയ ആശങ്കയും സൃഷ്ടിക്കുന്നതാണ്. ജനങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെയും നിയമം അനുസരിക്കാനുള്ള കടമ കൊടുത്ത വിവരങ്ങളൊക്കെ തന്നെ സ്വകാര്യ പശ്ചാത്തല പരിശോധന ഏജൻസികൾക്ക് അവരുടെ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് കച്ചവടം ചെയ്യാൻ എങ്ങനെ സാധിക്കുന്നുവെന്ന് ഇവിടെ കോടതി ശക്തമായിട്ട് ചോദിക്കുകയുണ്ടായി. സാധാരണക്കാരുടെ കൈകളിലെ മൊബൈൽ ഫോണിലേക്ക് ഒരു OTP പോലും വരാതെ, അവരോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ ഇത്തരത്തിൽ ഈ വിവരങ്ങളൊക്കെ തന്നെ ചോരുന്നത് പൗരന്മാരുടെ മൗലിക അവകാശത്തിന്മേലുള്ള നേരിട്ടുള്ള അക്രമമല്ലേ എന്ന് കോടതി ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി നൽകാൻ പോലും ആകാതെ ഭരണകൂടം വിഷമിക്കുന്ന കാഴ്ചയ്ക്കാണ് നാം സാക്ഷ്യം വഹിച്ചത്. ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, ഈ വിഷയത്തിൽ ഹർജിക്കാരൻ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സർക്കാർ ഡാറ്റാബേസുകളൊക്കെ നേരിട്ട് ഹാക്ക് ചെയ്യപ്പെടുന്നു എന്നതൊന്നും ആയിരുന്നില്ല. മറിച്ച് രാജ്യത്ത് നിലവിലുള്ള വിവിധ നിയമങ്ങളുടെ മറവിൽ സർക്കാരിലേക്ക് എത്തുന്ന അത്യന്തം സ്വകാര്യമായ വിവരങ്ങൾ എത്രത്തോളം എളുപ്പത്തിലും അനായാസമായും വൻകിട സ്വകാര്യ കമ്പനികളുടെ കൈകളിൽ എത്തുന്നു എന്ന അപകടകരമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ചാണ്. അതായത് രാജ്യത്തെ പൗരന്മാരുടെ രഹസ്യ വിവരങ്ങൾ തികച്ചും സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട ഭരണകൂടവും അതിൻ്റെ ഏജൻസികളും ഇക്കാര്യത്തിൽ കാണിക്കുന്ന വൻ ജാഗ്രതാക്കുറവും അനാസ്ഥയുമാണ് കോടതിയുടെ മുന്നിൽ പ്രധാന ചോദ്യചിഹ്നമായിട്ട് ഉയർന്നു വന്നത്. നമ്മുടെ ഡിജിറ്റൽ ലോകത്ത് വ്യക്തിഗത വിവരങ്ങൾക്ക് സ്വർണ്ണത്തേക്കാൾ മൂല്യമുള്ള ഈ കാലഘട്ടത്തിൽ തങ്ങളുടെ സമ്മതമില്ലാതെ ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവരുടെ കൈകളിലേക്ക് എത്തുന്നത് കേവലം ഒരു സാങ്കേതിക തകരാറല്ല, മറിച്ച് പൗരൻ ഭരണകൂടത്തിന്മേൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസ തകർച്ചയുടെ സൂചനയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇന്ത്യയിൽ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ എന്ന ആക്ട്, ആ നിയമങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കുന്നതിനെക്കുറിച്ചും ജനങ്ങളുടെ ഡാറ്റ സുരക്ഷ ശക്തമാക്കുന്നതിനെക്കുറിച്ചുമൊക്കെ വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ടെന്നത് സത്യമാണ്. എന്നാൽ വലിയ വലിയ പ്രഖ്യാപനങ്ങൾ പേപ്പറിൽ നടക്കുന്നുണ്ടെങ്കിലും പ്രായോഗിക തലത്തിലൊക്കെ തന്നെ അത്തരം നിയമങ്ങൾക്കൊന്നും സാധാരണക്കാരായിട്ടുള്ള പൗരന്മാരുടെ അനുമതിയില്ലാതെ നടത്തുന്ന ഇത്തരം ഡാറ്റ ചോർച്ച തടയാൻ സാധിക്കുന്നില്ല എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഓരോ വാർത്തകൾ നൽകുന്നത്. എത്ര വലിയ കമ്പനികൾക്കും വളരെ എളുപ്പത്തിൽ തന്നെ ഇത്തരത്തിലുള്ള വ്യക്തിഗത ഡാറ്റാബേസുകളൊക്കെ തന്നെ ലഭ്യമാകുമ്പോൾ ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് നൽകുന്ന വാഗ്ദാനം ചെയ്യുന്ന സ്വകാര്യതയ്ക്കുള്ള അവകാശം എന്ന മൗലിക അവകാശം കേവലം കടലാസിലെ അക്ഷരങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോവുകയാണ് ഇവിടെ നിന്ന് കോടതി ദുഃഖത്തോടെ അമർഷത്തോടെയും വിലയിരുത്തുകയുണ്ടായി. ഈ ഒരു സാഹചര്യം രാജ്യത്ത് വലിയൊരു ഭരണഘടനാപരമായ പ്രതിസന്ധിയും നിയമപരമായിട്ടുള്ള വെല്ലുവിളിയുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വിഷയത്തിന്റെ ഗൗരവം പൂർണ്ണമായി ഉൾക്കൊണ്ട സുപ്രീം കോടതി ഇതൊരു കേവല സാങ്കേതിക തകരാറോ അല്ലെങ്കിൽ ചെറിയൊരു നിയമപ്രശ്നമോ മാത്രമായി കണ്ട് തള്ളിക്കളയാൻ സാധിക്കില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഇതൊരു കാതലായ നയപരമായ വിഷയമാണെന്നും കേന്ദ്ര സർക്കാർ അടിയന്തര പ്രാധാന്യത്തോടെ നയപരമായ തീരുമാനങ്ങളിലൂടെ ഇതിനെ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കണ്ടെത്തണമെന്നും പരമോന്നത നീതിപീഠമാകട്ടെ കട്ടായമായിട്ടുള്ള ഉത്തരവിട്ടു. സ്വകാര്യ സ്ഥാപനങ്ങളും ഏജൻസികളും വ്യക്തികളുടെ ഡാറ്റകൾ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നതും വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതും ഉടനടി തടയാനായിട്ട് കർശനവും ശക്തവുമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് കേന്ദ്ര ഭരണകൂടത്തിൻ്റെ അമരക്കാർക്ക് തന്നെ കോടതി നിർദ്ദേശം നൽകി. സുരക്ഷാ വീഴ്ച വരുത്തുന്ന കമ്പനികൾക്കെതിരെയും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന മറ്റ് ഏജൻസികൾക്കെതിരെയും ശക്തമായിട്ടുള്ള നിയമ നടപടികളൊക്കെ തന്നെ സ്വീകരിക്കാൻ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്നെ വേണമെന്നും മാർഗരേഖകൾ വേണമെന്നും കോടതി വാക്കാൽ ഓർമ്മിപ്പിച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിഗത വിവരങ്ങളും സ്വകാര്യ ഡാറ്റകളും കമ്പോളത്തിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന കച്ചവട ചരക്കുകളല്ല എന്ന് സുപ്രീം കോടതി ഈ വിധിയിലൂടെയോ നിരീക്ഷണത്തിലൂടെയൊക്കെ തന്നെ അക്കമിട്ട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ജനങ്ങളുടെ സ്വകാര്യതയും വിവരങ്ങളുമൊക്കെ തന്നെ ചോർന്നു പോകാതെ ഭദ്രമായിട്ട് സംരക്ഷിക്കാൻ നിയമപരമായിട്ട് ബാധ്യസ്ഥരായ കേന്ദ്ര സർക്കാരും ബന്ധപ്പെട്ട ഏജൻസികളും ഇനി ഇത്തരം കാര്യങ്ങൾക്ക് നേരെ കണ്ണടച്ചിരുന്നാൽ പോരാ എന്ന ശക്തമായ ഒരു മുന്നറിയിപ്പ് സന്ദേശമാണ് ഈ സുപ്രധാന ഇടപെടലിലൂടെ പരമോന്നത കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്.
ഇനിയെങ്കിലും ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ശക്തമായ മാറ്റങ്ങളും കർശനമായിട്ടുള്ള നിയമ നടപടികളും ഒക്കെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നാണ് രാജ്യം മുഴുവൻ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്.